ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കൊളത്തൂരുള്ള പാപ്പിലിയോ എന്ന് പറയുന്ന ഒരു പാർക്കിലോട്ടാണ്. ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും, ഫോട്ടോസും വീഡിയോസും. അതേമാതിരി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. വൈകുന്നേരം എത്തിയോണ്ട് തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വരി. നല്ല കുഴപ്പമുണ്ടാകുന്നില്ല, നല്ല ഫുഡാണ്. പിന്നെ ഇതൊരു ബസ്സിൻ്റെ ഹോട്ടലാണ്. ഞങ്ങൾ 2ാം നിലയിലാണ് കയറിയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൈഡുകളിൽ താണ്ടവാടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഓരോ റൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കണ്ട റൈഡിലെല്ലാം കയറി. അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലല്ലോ, അപ്പോൾ അത് നമ്മളങ്ങോട്ട് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ റൈഡ് കയറി. ഈ ഒരു സാധനം പറയുമ്പോൾ നല്ല സ്പീഡിൽ കറങ്ങും. നമ്മൾ വിചാരിക്കും വീഡിയോയിൽ കാണുമ്പോഴൊന്നും അധികം കറങ്ങണില്ല, പക്ഷെ നല്ല സ്പീഡിൽ കറങ്ങും. കാരൊക്കെ കടന്ന് കരയായിരുന്നു നിർത്തി പറഞ്ഞിട്ട് ആ സ്പീഡിൽ കറങ്ങും ഗൈസ്. അത് കഴിഞ്ഞ് ഈ റൈഡ് നല്ല രസമുണ്ടാകുന്നത്. സ്ലൈഡിൽ ഉരിച്ച് കല്ലിൻ്റെ മാതിരിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഗുഹ ഉണ്ട്, ഇതിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും. സിംഹത്തിൻ്റെ മാതിരിയാണ്. ആ ഗുഹ ഞാൻ കാണിച്ചു തരാം. ഗുഹയുടെ എൻട്രൻസ് പറയുമ്പോൾ സിംഹം മേലെ ഇരിക്കുന്ന രീതിയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലൂടെ കയറണം. ഗുഹയ്ക്ക് ഇതിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ ഉള്ളിൽ ഇരുട്ടാണ്, പക്ഷെ രാത്രി ലൈറ്റ് ഉണ്ടോണ്ട് LED ലൈറ്റ് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എക്സിറ്റ് ഉണ്ട്, അതുകൂടെ നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, അതുകൂടെ കയറിയിട്ടാണ് സൈഡിൽ പോവുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു അഡ്വഞ്ചറിസ്റ്റിക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ പറ്റിയൊരു സാധനമുണ്ട്. നമ്മളൊക്കെ കയറി അത് വീഴാണ്ടൊക്കെ നോക്കി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളിയായി നമ്മുടെ ചെക്കൻ്റെ സെലിബ്രേഷൻ കിട്ടും. ഇതാണ് എനിക്ക് മെയിനായി ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ സാധനം കാണുമ്പോൾ നമ്മുടെ ചെക്കൻ്റെ സെലിബ്രേഷൻ ഇടുമ്പോൾ ബോട്ട് മാറിയുണ്ട്. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കായിട്ട് ഇറങ്ങി. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് നീന്തലാവും. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിലെത്ര അങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചെറിയൊരു ചലഞ്ചാണ്. അങ്ങനെ നമ്മളിങ്ങനെ നീന്തി മടുത്ത് നീന്തിക്കൊണ്ടേ ഇരുന്നു ഗൈസ്. നീന്തൽ കുറച്ചും കൂടി ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിരിക്കാം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്, നീന്തിക്കൊണ്ടേ ഇരിക്കട്ടെ. നീന്തിക്കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ സ്ലൈഡുകൾ ഉണ്ടായിരുന്നു. ആ സ്ലൈഡിലോട്ട് കയറാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ഇറങ്ങി, പിന്നെ നമ്മുടെ ചെക്കന്മാരിറങ്ങാൻ തുടങ്ങി. എൻ്റെ അനിയൻ ഇപ്പോൾ വരും, ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ചാടി. എവിടെ വന്നു. അടുത്തത് എൻ്റെ അനിയത്തിയാണ്. ഓള് വീണിനെ മുങ്ങും, അതാണ് കുഴപ്പം. അപ്പോൾ നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഓളെ തന്നെ സ്ലൈഡ് കയറ്റിയത് തന്നെ. കാരണം ഒരു ചെറിയ കുട്ടിയല്ലേ, 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ മുങ്ങും, അപ്പോൾ നമ്മൾ പിടിക്കണം. ഓള് ഫസ്റ്റ് ഇങ്ങനെ വരികയല്ല, ഓളിങ്ങനെ ഇഴഞ്ഞു വരികയാണ്. പെട്ടെന്ന് പിടിച്ചു. ഓള് ചെറുതായിട്ട് മുങ്ങിൽ പിടിച്ചു. അതിന് ഞാനും ചെക്കനും കൂടി ചാടാൻ തുടങ്ങി. ഫുള്ള് നീന്തല് ഞാൻ ഒരുമിച്ച് ഞങ്ങൾ അടിക്ക് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കറങ്ങി നീന്താൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല, നീന്തി മനുഷ്യന് ആകെ ഇതായി, കണ്ണൊക്കെ ചുവന്നിതായി. പക്ഷേ രസമാണ് ഗൈസ്. ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഉള്ളൂ. നല്ല രസത്തിൽ നമ്മൾ നീന്താൻ തുടങ്ങി. വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റും. പറയുമ്പോഴേക്കും ഇപ്പോൾ സ്കൂൾ തുറക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടിയിലേക്ക് ഇറങ്ങി. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചാൽ അതൊരു കുളം ഉണ്ടായിരുന്നു ഗൈസ്, വെള്ളം ഇങ്ങനെ ഒഴുകി ഒന്ന് പോകണേ. അപ്പോൾ നമ്മുടെ പാപ്പിലിയോ പാർക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബാക്കി പിന്നെ